ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GTA 5 പറ്റിയാണ്. എന്താ വെച്ചാൽ ഈ GTA 5 പറയുന്നത് റിയലാണ്, പക്ഷേ അവർ വൈസ് സിറ്റി, സാൻ ആൻഡ്രിയാസ്, GTA 3 അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോണോട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവർ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ശരിക്കും ലാപ്ടോപ്പിലൊക്കെ ശരിക്കും GTA 5 ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അത് പറ്റിക്കലല്ല. പക്ഷെ നമ്മുടെ നെറ്റും MB എന്നെ കറണ്ട് കണ്ടി ഒരു പ്രാവശ്യം ഞാൻ വെറുതെ ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇതൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ നോക്കി. അപ്പോൾ 1000 അത്ര MB GTA 5 ഞാൻ എന്നിട്ട് 4 നോക്കി. 4-ന് 150 അത്ര MB. എന്നിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് നോക്കി, പക്ഷേ അതിന് നെറ്റ് പോരാ, അതിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫോണിലേക്ക് ആക്കി. ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം GTA 5 ഒക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് യൂട്യൂബിൽ പോയപ്പോൾ എല്ലാവരും പറയുന്നില്ല. പിന്നെ ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തേ, എന്തോ PC ഹാൻഡിൽ ഗെയിംസ്. അത് തെറ്റാണ്, എനിക്ക് കിട്ടില്ല. അവർ എങ്ങനെയാ വെച്ചാൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു, അവർ നടുവിൽ ഇവിടെ ആയിട്ടാവും ഇങ്ങനെ കൊടുത്തിരിക്കണം, മറ്റേ പ്ലേന്ന് എൻ്റെ ഒക്കെ ഇവിടെ കൊടുക്കുക. ഞാൻ വിചാരിച്ചു പിന്നെ അവരുടെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ GTA 5 എങ്ങനെ വരും, എന്നിട്ട് പ്ലേ കൊടുത്താൽ മതി. പിന്നെ ഞാൻ വിചാരിച്ചത് തെറ്റാ വിചാരിച്ചിട്ട് വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ഇതിൽ പോയി യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്തു. അപ്പോഴാണ് അവർ കാട്ടുന്നത് ഗെയിം CC എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനിൽ പോയി ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ അവർ റെൻറ്റിന് കൊടുക്കും പറഞ്ഞു, ഫ്രീ അല്ല, മറ്റേ ഫ്രീ ആണ്. അത് കണ്ടിട്ട് ഞാൻ പോയിട്ട് ഡൗൺലോഡ് ചെയ്തു. ഞാൻ കുറച്ച് മുമ്പ് പോയിട്ട് അടിച്ചു നോക്കുമ്പോൾ അവിടെ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്ന GTA 5 കാട്ടി. അതിൽ കുറേ GTA 5 ഉണ്ട്, എനിക്ക് ഏതാ അറിയില്ല. അതുകൊണ്ട് ഞാൻ GTA 5 ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തോ. അപ്പം ഉണ്ടല്ലോ അതിന് റെൻറ്റിന് പൈസ കൊടുക്കണം. ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കണ്ടില്ല, സ്കിപ്പ് ചെയ്തു. പക്ഷെ ഞാൻ കാര്യം അറിഞ്ഞില്ല എന്താ ഉണ്ടായതെന്ന്. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ പിന്നെയും വീഡിയോ പോയപ്പോൾ PC ഹാൻഡിൽ ഗെയിം വന്നു. പിന്നെയും ഡൗൺലോഡ് ചെയ്തു നോക്കുമ്പോണ്ട് അത് വരുന്നില്ല, മിനിറ്റ്സ് കഴിയണം. എന്നിട്ട് അവസാനം ഞാൻ പിന്നെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട് PC ഹാൻഡിൽ ഗെയിമിനെ പിന്നെയും വന്നിക്കുക. എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ അവസാനം നോക്കിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ഇവിടെ ഒരു മിനിറ്റ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, അത് കഴിയണം, കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അവരുണ്ടോ കറക്റ്റ് 9 ആകുമ്പോൾ അവർ തരും, ആ എടുക്കണ്ടേ. ഞാൻ അത് കുറേ നേരം നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെയാണ് കാര്യം മനസ്സിലായത്, അത് ചിലപ്പോൾ ഒരു ഹാക്കർ ഉണ്ടാക്കിയ ഗെയിമാണ്. ഹാക്കർ ചെയ്യാച്ച ഗെയിം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നമ്പർ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും ഹാക്കറിന്. അപ്പോൾ ഹാക്കർ എന്താ ചെയ്യാച്ച അവർ ഇങ്ങനെ ചെയ്യും. എന്താ വെച്ചാൽ ഇത് പേര് കിട്ടില്ലല്ലോ, നമ്മുടെ പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ഹാക്ക് ചെയ്യും. എന്നിട്ട് പ്രൊഫൈല് ഫയൽസ് അങ്ങനെ പ്രൊഫൈൽസ് അല്ല കേട്ടോ, സോറി ഫയൽസ് അവസാനം ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യും. എന്നിട്ട് പോലീസിനോട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പോലീസിനറിയില്ലല്ലോ ഇത് ഏത് ഹാക്കറാന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ചില ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിംസൊക്കെ ഉണ്ട്, നമുക്കുള്ളത് ബാറ്റിൽ ഗ്രൗണ്ട്സാണ്. ഞാൻ വീട്ടിൽ എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ കളിക്കും. അത് പറയട്ടെ, നിങ്ങൾക്കുള്ള ഗെയിംസും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ എന്നിട്ട് ഞങ്ങളുടെ അവസാനം ദേഷ്യം വന്നിട്ട് GTA 5 നിർത്തി. പിന്നെ ഞങ്ങൾ ബാറ്റിൽ ഗ്രൗണ്ട്സ് കയറി. പിന്നെ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് ബൈ.